ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും കട്ട് ഓഫ് പ്ലസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ജനമൈത്രി അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നോട്ടിഫിക്കേഷൻ വന്ന വിവരം നിങ്ങൾ ഒരുപാട് പേര് അറിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ഒരുപാട് പേര് ആപ്ലിക്കേഷൻ കൊടുത്തതാണത്. അത് ഒരുപാട് പോസ്റ്റിലേക്ക് കേരളത്തിൽ വിളിച്ചിട്ടുള്ളതാണ്, ഡിസ്ട്രിക്ട് വൈസ് വിളിച്ചിട്ടുള്ളതാണ്. അക്കൗണ്ടൻറ്റ്, കാഷ്യർ, ക്ലർക്ക്, മാനേജർ തുടങ്ങി ഒരുപാട് പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ ചാനലിൽ നൽകിയതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട എക്സാം 24/2/2024 ഉണ്ടാവും എന്നിപ്പോൾ അവരുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട സ്റ്റഡി നോട്ട്സും കാര്യങ്ങളൊക്കെ വേണ്ടവർക്ക് ആ വെബ്സൈറ്റ് വഴി വാങ്ങാം. അല്ലെങ്കിൽ അവരുടെ ബുക്ക് സ്റ്റാൾ വഴി അതുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന സിലബസ് ഒരു വാസ്റ്റ് സിലബസ് അല്ല, ഒരു ജനറലായിട്ട് പറഞ്ഞു പോകുന്ന സിലബസാണ്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ സ്റ്റാളിൽ നിന്ന് വാങ്ങുകയും പഠിക്കുകയും ചെയ്യാം എന്നതിൽ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എക്സാമിൽ ഒരുപാട് പേര് അതിൻ്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോ ക്ലാസ്സുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ നമ്മൾ ഇന്നലെ ഒരു പോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേര് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്, അത് ക്ലാസ് കിട്ടുമെന്ന് നോക്കിയിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അതിൽ എക്സാമിന് വരാൻ പോകുന്ന തിരഞ്ഞെടുക്കപ്പെട്ട ക്വസ്റ്റ്യനിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ചു പോകാം. അപ്പോൾ അതൊരു ജനറൽ ടോപ്പിക്കാണ്. നമ്മൾ PSCക്ക് പഠിക്കുന്നവരെ ഒരു സിലബസ് എടുത്ത് വെച്ചിട്ട് മൊത്തമായിട്ട് ഇരിക്കലല്ല, ഒരു ജനറൽ ആയിട്ടുള്ള ടോപ്പിക്കാണ് നമുക്ക് തന്നിരിക്കുന്നത്. എങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്തു പോകാം. 2026 ചന്ദ്രനിൽ ആണവ റിയാക്ടർ സ്ഥാപിക്കാൻ ഒരുങ്ങുന്ന രാജ്യമാണ് US. 2026 ചന്ദ്രനിൽ ആണവ റിയാക്ടർ സ്ഥാപിക്കാൻ ഒരുങ്ങുന്ന രാജ്യമാണ് US. 2024 നിലവിൽ വരുന്ന പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഏത് ജില്ലയിലാണെന്ന് വെച്ചാൽ തൃശ്ശൂർ ജില്ലയിലാണ്. 2024 നിലവിൽ വരുന്ന പുത്തൂർ സുവോളജിക്കൽ പാർക്ക് തൃശ്ശൂരിലാണ്. രാജ്യാന്തര ക്രിക്കറ്റിൽ ഇന്ത്യൻ വനിതാ ടീമിൻ്റെ ക്യാപ്റ്റനാകുന്ന ആദ്യത്തെ മലയാളി താരം ആരാണ്? മിന്നു മണിയാണ് അല്ലേ. രാജ്യാന്തര ക്രിക്കറ്റിൽ ഇന്ത്യൻ വനിതാ ടീമിൻ്റെ ക്യാപ്റ്റനാകുന്ന ആദ്യത്തെ മലയാളി താരം മിന്നു മണിയാണ്. 2023 ബുക്കർ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? അത് പോൾ ലിഞ്ചിനാണ്. 2023 ബുക്കർ സമ്മാനം ലഭിച്ചത് പോൾ ലിഞ്ചാണ്. 2023 നവംബറിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലാണിത് പ്രളയ്. 2023 നവംബറിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലാണ് പ്രളയ്. രാജ്യത്തെ ഏറ്റവും വലിയ ബിസിനസ് ജെറ്റ് ടെർമിനൽ കമ്മീഷൻ ചെയ്ത രാജ്യാന്തര വിമാനത്താവളമാണ് കൊച്ചിൻ. രാജ്യത്തെ ഏറ്റവും വലിയ ബിസിനസ് ജെറ്റ് ടെർമിനൽ കമ്മീഷൻ ചെയ്ത രാജ്യാന്തര വിമാനത്താവളമാണിത്, കൊച്ചി. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ 2022 നവംബറിൽ PSLV 54 ദൗത്യത്തിലൂടെ വിക്ഷേപിച്ച ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണിത്, EOS-06 എന്ന് പറയുന്നത്. എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് ആയിട്ടുള്ള EOS-06 ആണ് ഇന്ത്യൻ ISRO 2022 നവംബറിൽ PSLV 54 എന്ന ദൗത്യത്തിലൂടെ വിക്ഷേപിച്ചത്. ബ്രിക്സ് ഉച്ചകോടി 2023 വേദി എവിടെയാണ്? അത് ദക്ഷിണാഫ്രിക്കയാണ്. ബ്രിക്സ് ഉച്ചകോടി 2023 വേദി എന്ന് പറയുന്നത് ദക്ഷിണാഫ്രിക്കയാണ്. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന് പ്രസ്താവിക്കുന്ന അനുച്ഛേദം ഏതാണ്? നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യമാണ് എന്ന് പ്രസ്താവിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 14. ആർട്ടിക്കിൾ 14 നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്നതാണ്. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യമാണ് എന്ന് പ്രസ്താവിക്കുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 14 എന്ന് പറയുന്നത്. നിലവിൽ ഇന്ത്യൻ ഭരണഘടനയിൽ സ്വത്തവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? അത് 300A ആണ് അല്ലേ. നിലവിൽ ഇന്ത്യൻ ഭരണഘടനയിൽ സ്വത്തവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് അനുച്ഛേദമാണ്, ആർട്ടിക്കിളാണിത് 300A എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം അത് മൗലികാവകാശമായിരുന്നു, അതിന് നമ്മൾ പിന്നീട് ഭേദഗതിയിലൂടെ സ്വത്തവകാശമാക്കി മാറ്റിയെന്ന് നമുക്ക് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കാൻ ശുപാർശ നൽകിയ ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലാത്ത വ്യക്തി ആര് എന്നാണ്. അപ്പോൾ അതിൽ അംഗമല്ലാത്ത വ്യക്തി JB കൃപലാനിയായിരുന്നു. ആ ഒരു ക്വസ്റ്റ്യൻസ് തന്നപ്പോൾ ഉള്ള ഇത് മറ്റിടന്ന് എടുത്ത ഒരു ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അവിടുന്ന് അന്ന് ആൻസർ ഉണ്ടായിരുന്നത് JB കൃപലാനിയാണ്. അത് ഓപ്ഷൻസ് നോക്കിയിട്ട് നിങ്ങൾ ആൻസർ ചെയ്യുക. ശരീരത്തിലെ ഏത് അസ്ഥിയുടെ പേരാണ്? പാറ്റല്ലയാണ്. ശരീരത്തിലെ ഏത് അസ്ഥിയുടെ പേരാണ് പാറ്റല്ല? അത് കാൽമുട്ടിൻ്റെ അസ്ഥിയുടെ പേരാണ് ഇത് പാറ്റല്ല എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് ആരാണെന്നാണ്. അത് തിയോഡർ ഷാനാണ്. ഓക്കെ, ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ് എന്ന് കണ്ടെത്തിയത് തിയോഡർ ഷാനാണ്. അടുത്തത് താഴെ പറയുന്നവയിൽ എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലത്തോട് ചേർന്നോ കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായി കാണപ്പെടുന്ന കോശാഗ്രം ഏത് എന്നാണ്. അത് ഒരു ക്വസ്റ്റ്യനിൽ വന്നതാണ്. അത് റൈബോസമായിരുന്നു അതിൻ്റെ ആൻസർ ഉണ്ടായിരുന്നത്. അടുത്തത് സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണ്? സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയിട്ടുള്ള ഗവർണർ ജനറലാണ് ഇത് വെല്ലസ്സി പ്രഭു എന്ന് പറയുന്നത്. ഓക്കെ, വെല്ലസ്സി പ്രഭുവാണ് സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയിട്ടുള്ള ഗവർണർ ജനറൽ എന്ന് പറയുന്നത്. ഗാന്ധിജി ആഹ്വാനം ചെയ്ത നികുതി നിഷേധ സമരം ഏതാണ്? അത് ഗേദാ സമരമാണ്. ഗാന്ധിജി ആഹ്വാനം ചെയ്ത നികുതി നിഷേധ സമരം അത് ഗേദാ സമരമാണ്. അടുത്തത് വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകാൻ പണ്ഡിത രമാബായി സ്ഥാപിച്ച സംഘടന ഏതാണ്? ശാരദാ സദനാണ്. വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകാൻ പണ്ഡിത രമാബായി സ്ഥാപിച്ച സംഘടന ശാരദാ സദനാണ്.
ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? രാജാറാം മോഹൻ റോയിയാണ്. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയിയാണ്. അടുത്തത്, പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗം ശൂന്യതയിലാണ് എന്ന് കണ്ടെത്തിയവരാണ്? അത് റോമറാണ്. പ്രകാശത്തിന് ഏറ്റവും വേഗം ശൂന്യതയിലാണ് എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ്, അത് റോമറാണ്. ദൃശ്യപ്രകാശത്തിൽ തരംഗദൈർഘ്യം കൂടിയ നിറം ഏതാണ്? ചുവപ്പാണ് അല്ലേ. ദൃശ്യപ്രകാശത്തിൽ തരംഗദൈർഘ്യം കൂടിയ നിറം എന്ന് പറയുന്നത് ചുവപ്പാണ്. ക്രിസ്മസ് രോഗം എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? ഹിമോഫീലിയാണ്. ഓക്കെ, ക്രിസ്മസ് രോഗം എന്നറിയപ്പെടുന്ന രോഗം ഹിമോഫീലിയാണ്. കീഴരിയൂർ ബോംബ് കേസിനെ പറ്റി അന്വേഷിച്ചുകൊണ്ട് KB മേനോന് കത്തെഴുതിയ ദേശീയ നേതാവാരാണ്? അത് സുഭാഷ് ചന്ദ്രബോസാണ്. കീഴരിയൂർ ബോംബ് കേസിനെ പറ്റി അന്വേഷിച്ചുകൊണ്ട് KB മേനോന് കത്തെഴുതിയിട്ടുള്ള ദേശീയ നേതാവാണ് സുഭാഷ് ചന്ദ്രബോസ്. 1524 ഡിസംബർ 24 വാസ്കോഡ് ഗാമ അന്തരിച്ചത് എവിടെ വെച്ചാണ്? കൊച്ചിയിൽ വെച്ചാണ് 1524 ഡിസംബർ 24 വാസ്കോഡ് ഗാമ അന്തരിച്ചത്. സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെട്ട കോട്ട ഏതാണെന്ന് വെച്ചാൽ ചാലിയം കോട്ടയാണ്. ഓക്കെ, സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെട്ട കോട്ട ചാലിയം കോട്ടയാണ്. അടുത്തത്, ഒരു സ്ഥലത്തെ പ്രാദേശിക സമയം കണക്കാക്കുന്നത് ആ പ്രദേശത്തെ ഡേഷിനെ അടിസ്ഥാനമാക്കിയാണ് എന്നതാണ്. ഓപ്ഷനിൽ ഉണ്ടായിരുന്നത് മധ്യാഹ്ന സൂര്യനെയാണ്. ഒരു സ്ഥലത്തെ പ്രാദേശിക സമയം കണക്കാക്കുന്ന ആ പ്രദേശത്തെ മധ്യാഹ്ന സൂര്യനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. കേരളത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായിട്ടുള്ള ആനമുടിയുടെ ഉയരം എത്രയാണ്? കേരളത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായിട്ടുള്ള ആനമുടിയുടെ ഉയരം അത് 2695 മീറ്ററാണ്. 2595 മീറ്ററാണ്. ഓക്കെ, കേരളത്തിൻ്റെ തെക്ക് വടക്ക് നീളം എത്ര കിലോമീറ്ററാണ്? 560 കിലോമീറ്ററാണ്. 560 കിലോമീറ്ററാണ് കേരളത്തിൻ്റെ തെക്ക് വടക്ക് നീളം എന്ന് പറയുന്നത്. താഴേക്ക് വരുന്നത് ഒരു മലയാളം ക്ലാസ്സിൻ്റെ ഇതാണ്. നമുക്ക് വേറെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. എന്തായാലും ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾ കേട്ടു. അപ്പോൾ ഇതിൻ്റെ ഒരു പാറ്റേൺ എങ്ങനെയാണ്? നമുക്ക് ഓരോ PSCയിൽ നമ്മൾ പഠിക്കുന്ന പോലെ തന്നെ ഒരു സിലബസ് തന്ന് അതിൻ്റെ കൃത്യമായിട്ടുള്ള നോട്ടുകൾ കാര്യങ്ങൾ തരുന്നില്ല. ഇതെല്ലാം മിക്സഡ് ആണ്. ഇതിൽ ക്ലർക്കിൻ്റെ ഒക്കെ എക്സാമിന് ഏകദേശം 50 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. 50 ക്വസ്റ്റ്യൻസ് 2 മാർക്ക് വെച്ചിട്ട് 100-ലാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഒരു പാസ് പെർസെൻറ്റേജ് മാർക്ക് എന്ന് പറയുന്നത് 60% ആണ്. ഒരു 60% മാർക്ക് നിങ്ങൾക്ക് അതിൽ കിട്ടിയിരിക്കണം. അതായത് 30 ക്വസ്റ്റ്യൻസ് ശരിയായിരിക്കണം. 30 × 2 60 അങ്ങനെ ഉള്ള രീതിയിലാണ് വരുന്നത്. എങ്കിൽ മാത്രമേ അടുത്ത ഇൻ്റർവ്യൂ പ്രോസസ്സ് ഉണ്ടെന്ന് തോന്നുന്നു അതിന് ക്ഷണിക്കുകയുള്ളൂ എന്ന് ഇവരുടെ വെബ്സൈറ്റിൽ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. അത് ക്ലർക്കിൻ്റെയാണ്. മാനേജർ തസ്തികയിലേക്കുള്ള വിളിച്ചത് അപ്ലൈ ചെയ്തത് നിങ്ങൾ വേറെയാണ്. അതുപോലെ ഗ്രാമസേവക് തുടങ്ങിയ തസ്തികയിലേക്ക് വിളിച്ചതൊക്കെ വേറെയാണ്. അപ്പോൾ ഏത് ജില്ലയിൽ ഉള്ളവർക്കും ഇത് അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു ചാൻസ് ആയിരുന്നു. ഒരുപാട് പേര് ഇപ്പോഴാണ് ഇത് അറിഞ്ഞത്. നമ്മൾ ടെലഗ്രാം പോൾ ഇട്ടപ്പോൾ ഒരുപാട് പേര് ഇത് അറിഞ്ഞിട്ടില്ല എന്നൊരു ഉണ്ടായിരുന്നു. അപ്പം കൃത്യമായിട്ട് ചാനലും നമ്മുടെ യൂട്യൂബ് ചാനലും ടെലഗ്രാം ചാനലും നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ അത് നിങ്ങൾക്ക് ഇത്തരം വേക്കൻസികളൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ഇത് അപ്ലൈ ചെയ്തിട്ടുള്ളവർ ഇത്തരം ക്വസ്റ്റ്യൻസൊക്കെ നോക്കി പഠിക്കുക. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ക്ലാസ്സുകൾ വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, തീർച്ചയായിട്ടും ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻസ് പാറ്റേൺ വരുന്നത്. അപ്പോൾ ഇത് അതിൻ്റെ പഠിക്കാനുള്ള ഇതൊക്കെ നിങ്ങൾക്ക് വെബ്സൈറ്റിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ നോക്കി പഠിക്കുക. അപ്പം ഇതുവരെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവർ ചാനൽ ജോയിൻ ചെയ്യുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ക്ലാസ്സുമായിട്ട് ഉടനെ കാണാം. താങ്ക്